അവനവന്റെ മഹത്വം കാണിക്കാനാ വിളിച്ചത്. അറിയാം. ഈ വീഴ്ചകളൊക്കെ മനസ്സിൽ അവൻ ആസ്വദിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. നമുക്കനുസരിക്കാനല്ലേ പറ്റൂ. ബെഞ്ചമിൻ ആരാണെന്ന് കുറെ കാലമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നതാ. ഇനി അയാൾ ആരാണെന്നുള്ള അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അയാൾ ആരാണെന്ന് ചെറിയച്ഛൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നൊരു കാര്യമുണ്ട്. ഏത് സ്ഥലത്തെത്തിയാലും അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് കണ്ടുപിടിക്കുന്നവനാണ് വരുണെന്ന്. പക്ഷെ ഇനി എന്ത് ചെയ്യും? അതെ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയല്ല കേട്ടോ. എന്റെ കൈയും പിടിച്ചിട്ട് നമുക്ക് നോക്കാടി പെണ്ണേന്നും പറഞ്ഞ് ഒരൊറ്റ നടത്തങ്ങ് നടക്കുന്ന ആളാ എന്റെ മനസ്സിൽ. ചതിച്ചല്ലേ തോൽപ്പിച്ചത്. അപ്പൊ അവരോട് പോരാടി ജയിക്കണം. അച്ഛന്റെ സങ്കടം മാറ്റണം, അമ്മയുടെ സങ്കടവും മാറ്റണം, മുത്തശ്ശിക്ക് അടിമത്തം ഉണ്ടെങ്കിൽ അതും മാറ്റണം. നമുക്ക് കഷ്ടപ്പെടാം. ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ മരണം വരെയും ഉണ്ടാവും. അപ്പോ നമുക്ക് നടക്കാം അല്ലേ? പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ നടക്കാം. ബാ. അമ്മേ, അമ്മ എന്തെങ്ങനെ കിടക്കുന്നേ? സത്യത്തിൽ അമ്മ ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേ? എത്ര വലിയ ആപത്തിന്നാ ചന്ദ്രേട്ടൻ നമ്മളെ എല്ലാവരും രക്ഷിച്ചത്. അതല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും തെരുവിൽ ചെന്നിരിക്കേണ്ടി വരില്ലായിരുന്നോ? ഉള്ള കാര്യം പറയാലോ ചെറിയമ്മേ. ഓ, ആ സമയത്ത് ചെറിയച്ഛൻ വന്നതും കൂടെ ആ മാഡം ഉണ്ടായിരുന്നതും ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ. പിന്നെ വരുണൻ രാധിക ഇവിടുന്ന് പോണെന്ന് ചെറിയച്ഛൻ പറഞ്ഞത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് തോന്നില്ല കൽപ്പനെ? നിന്റെ മനസ്സിലെന്നും ഏറ്റവും വലിയ ശല്യം അവരായിരുന്നല്ലോ. അമ്മേ, ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യത്തിൽ ഏട്ടൻ കൈവിട്ട സ്ഥലവും വീട് സ്ഥാപനമൊക്കെ ചന്ദ്രേട്ടൻ തിരിച്ചു പിടിച്ചത് തന്നെയാണല്ലോ. അത്രയും വലിയ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോ അയാളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണ്ടേ? അമ്മ പേടിക്കണ്ട കേട്ടോ. അമ്മയ്ക്കിവിടെ യാതൊരു കുറവും ഉണ്ടാവില്ല. പിന്നൊരു വ്യത്യാസമുള്ളത്, പഴയതുപോലെ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏട്ടത്തിയായിരിക്കില്ല, ഞാനായിരിക്കും. ചന്ദ്രേട്ടന് താല്പര്യം അതാണേ. ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണമല്ലോ ഭാര്യ ജീവിക്കാൻ. അമ്മ അങ്ങനെയാണല്ലോ സ്ഥിരം പറയാറ് അല്ലേ? എന്നോടും മുത്തശ്ശി ആ ഉപദേശങ്ങൾ തന്നെയാ തന്നിരിക്കുന്നേ. ചെറിയമ്മേ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? ദേ, ഈ ഇരിക്കുന്ന മുത്തശ്ശി നമ്മളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പട്ടിണിക്ക് ഇട്ടിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് തല്ലിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും പ്രതികാരം ചെറിയമ്മ മനസ്സിൽ സൂക്ഷിക്കല്ലേ. പാവം മുത്തശ്ശി അത് താങ്ങില്ല. അങ്ങനെ എല്ലാം മറന്നു കളയാനൊന്നും പറ്റില്ലല്ലോ കൽപ്പനെ. ഓരോ സാഹചര്യങ്ങളും ഓരോരുത്തരുടെ ഭാഗ്യവും പോലെ ഇരിക്കും. എന്നാലേ മുത്തശ്ശി ഉറങ്ങിക്കോ. മുത്തശ്ശിയെ താഴേക്ക് കാണാതായതുകൊണ്ട് ഞങ്ങളൊന്ന് തിരക്കി വന്നേ ഉള്ളൂ. കുടുംബഭരണേ എനിക്കാണല്ലോ. അപ്പോ എല്ലാവരെയും ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കണമല്ലോ. വാ കൽപ്പന, നമുക്ക് പോവാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഭഗവാനെ, എനിക്ക് ആയുസ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പക്ഷേ അതെന്റെ വരുണിന്റെ രാധികയുടെ കൂടെ ഒരുപാട് നാള് ജീവിക്കാൻ മാത്രമായിരുന്നു. അവരില്ലാത്ത വീട്ടില് എന്ത് വച്ച് വിളമ്പിയാലും എനിക്ക് സ്വാദുണ്ടാവില്ല. ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മനസ്സിൽ സമാധാനമില്ലാതെ ഇങ്ങനെ തുടരുന്നതിനേക്കാൾ നല്ലത് എന്നെ അങ്ങ് വിളിച്ചൂടെ? തീർന്നു പോട്ടെ ഈ ജന്മം. പത്മിനി, അവരങ്ങനെ നിർബന്ധിച്ചെങ്കിലും നമുക്കവിടെ നിൽക്കണ്ടായിരുന്നു അല്ലേ? എന്റെ തീരുമാനവും അതുതന്നെയായിരുന്നു. പക്ഷെ അമ്മയുടെ കാര്യം ആലോചിച്ചപ്പോ അവൻ പറയുന്നതാ ശരിയെന്ന് തോന്നി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന അമ്മ അത് സഹിക്കില്ല. ഉം. ഇന്നമ്മ പറഞ്ഞോണ്ടിരിക്കുവല്ലേ അമ്മയുടെ അവസാനം ഇവിടെ തന്നെ ആവണോന്ന്. ഹാ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ എന്തൊരു വലിയ പരാജയമായിരുന്നു. എന്റെ സകല സമ്പാദ്യവും പോയി, വീടും പോയി. പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന മകനും കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് വിചാരിച്ചിരുന്ന രാധികയും ഇറങ്ങിപ്പോയി. ഹ, എല്ലാം നോക്കി നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? പ്രതീക്ഷ കൈവിടരുത്. അങ്ങനൊരു വാക്ക് തന്നിട്ടാ വരുണിന്റെ അധികം പോയിരിക്കുന്നത്. താമസിക്കാതെ അവര് തിരിച്ചു വരും. നമ്മളെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഏട്ടാ, പേടിക്കണ്ട. ഞാൻ വേറെ ഉപാധികളൊന്നും പറയാൻ വന്നല്ല. സാറമ്മയുടെ ഇറങ്ങാൻ നിൽക്കുക. ഏട്ടനെ ഏട്ടത്തിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവര് പോയിക്കോട്ടെ. ആരെയും യാത്ര അയക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ചന്ദ്രശേഖര ഞങ്ങളിപ്പോ. ജീവിതത്തിൽ ഏറ്റവും വലിയ യാത്രയപ്പ് കഴിഞ്ഞില്ലേ? സാറമ്മയുടെ നമുക്കെല്ലാവർക്കും ഒരുപോലെ കടപ്പാടുണ്ട്. കണിമംഗലത്ത് വന്നു കയറിയ ഒരാളോട് ഏട്ടനാ മര്യാദ കാണിക്കണമല്ലോ. ഏട്ടൻ വരണം. എന്നെ അവരുടെ മുമ്പിൽ നാണം കെടുത്തരുത്. വരാം, നീ നടന്നോ. അവനവന്റെ മഹത്വം കാണിക്കാനാ വിളിച്ചത്. അറിയാം. ഈ വീഴ്ചകളൊക്കെ മനസ്സിൽ അവൻ ആസ്വദിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. നമുക്കനുസരിക്കാനല്ലേ പറ്റൂ. അവരെന്തെങ്കിലും അഹങ്കാരത്തോടെ പറഞ്ഞാ നമുക്ക് കാര്യമാക്കണ്ടല്ലോ. ജീവൻ അറ്റു കഴിഞ്ഞു. ഇനി എന്താ? താൻ പാടോ.